ഹല്ലേലൂയ. വേഗമരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തുള്ള എല്ലാ പ്രേക്ഷകരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് യെശയ്യാപ്രവചന പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ചു, നിൻ്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അന്നാളിൽ, വരുവാനുള്ള നാളിൽ, കഴിഞ്ഞ നാളിൽ. വേദപുസ്തകത്തിലെ ഈ വാക്കുകൾക്ക് വളരെ അർത്ഥങ്ങളുണ്ട്. അന്നാളിൽ, ന്യായവിധിയുടെ നാളിൽ, ക്രിസ്തുവിനെ കാണുന്ന നാളിൽ, ന്യായവിസ്താരത്തിൽ നിൽക്കുന്ന നാളിൽ. അങ്ങനെ വേദപുസ്തകത്തിൽ അനേക അർത്ഥങ്ങളുണ്ട് ഓരോ വാക്കുകൾക്കും, അന്നാളിൽ നിന്നുള്ള വാക്കുകൾക്ക്. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവ, നീ എന്നോട് കോപിച്ചു, നിൻ്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ ഹായ് എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവകളിൽ നിന്നും വെള്ളം കോരുവിൻ. അന്നാളിൽ നിങ്ങൾ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ. ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ. അവൻ്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പിൻ. യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവിൻ, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു. ഇത് മരുഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. സിയോൻ നിവാസികളെ, ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കയാൽ ഘോഷിച്ചുല്ലസിപ്പിൻ. സിയോൻ നിവാസികളെ, ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കയാൽ ഘോഷിച്ചുല്ലസിപ്പിൻ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, കർത്താവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം, ഇടപെടണം. കർത്താവേ, അവിടുന്ന് ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ, പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ അറിയുന്ന ദൈവമാണ്, ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. പാപത്തെ ഇരിക്കുന്ന ജനത്തെ, നിൻ്റെ കടും ചുമപ്പുള്ള പാപമായാലും അതിനെ മോചിപ്പിക്കുന്ന ദൈവമാണ്. അർത്ഥവും ഷബറഹലഘടകസിയ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും മാനസാന്തരം ഉണ്ടാകുവാൻ ഇടവരുത്തണം. ഓരോ ജനത്തെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കഷ്ടതയിലും ഭാരത്തിലും ഞെരുക്കത്തിലും ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അനേക കുടുംബങ്ങളുണ്ട് കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള ദാരിദ്ര്യ അവസ്ഥകൾ ഓരോ ഭവനങ്ങളിൽ നിന്ന് മാറി ഒരു അനുഗ്രഹത്തെയും സമൃദ്ധിയും കൽപ്പിക്കുന്നു. എല്ലാ കുടുംബത്തിൻ്റെ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. വചനം കേൾക്കുമ്പോൾ കർത്താവ് ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 ഫലം കായ്ക്കാൻ ഇടവരുത്തണമേ. കർത്താവെ, അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. ജനത്തോട് ഇടപെടണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ചു, നിൻ്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവമെൻ്റെ രക്ഷ, യഹോവയായ ഹായ് എൻ്റെ ബലവും എൻ്റെ ഗീതമായിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ലോകത്തെ മനുഷ്യനെ നമുക്ക് ആശ്രയിക്കുവാൻ സാധിക്കത്തില്ല. ദൈവത്തിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ നിശ്ചയമായി നിൻ്റെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ, നേടുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ആശ്രയം മനുഷ്യനായിരിക്കരുത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് അതേ ഏത് തകർച്ചയുടെ അവസ്ഥയിലും, അതേ നമുക്ക് ഏത് വെല്ലുവിളിയുടെ മധ്യയിലും നമുക്ക് മുന്നേറുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അതേ ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എന്നെ സഹായിക്കുന്നവരുടെ കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട്
രസിക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പ്രിയ മാതാവേ, നമുക്ക് നമ്മുടെ ആശ്രയം യേശുവിലായാൽ അതാൽ നിശ്ചയമായി നമുക്ക് ജയമുറപ്പാണ്. ഞാൻ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൂടെ അത് കട്ടിയായ നല്ല ശക്തമായ മെസ്സേജ് അയക്കുമ്പോൾ അനേകരുടെ ഹൃദയങ്ങൾ മുറിയുന്ന അവസ്ഥയുണ്ട്. എന്നാൽ എൻ്റെ പ്രിയ സഹോദര, നീ കട്ടിയുള്ള ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ നിനക്ക് ബലവും ശക്തിയും അതിനപ്പുറമായി നിത്യതയിൽ പോകുവാൻ സാധിക്കത്തുള്ളൂ. അതേ പാല് കുടിച്ചാൽ നിനക്ക് ആരോഗ്യമുണ്ടാകത്തില്ല. എന്നാൽ നീ ശക്തിയുള്ള ആഹാരം, അതേ മാംസാഹാരങ്ങൾ, കട്ടിയുള്ള വചനം കേൾക്കുമ്പോൾ, അത് ഏറ്റെടുക്കുമ്പോൾ, അത് നീ സമർപ്പിക്കുമ്പോൾ, അവിടെയാണ് നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ഹൃദയത്തിൻ്റെ അന്തരങ്ങളിൽ മാനസാന്തരപ്പെടുമ്പോൾ അതേ നിന്നെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ വചനം കട്ടിയുള്ള വചനം കേൾക്കുമ്പോൾ നിരാശപ്പെടേണ്ട. നിന്നെ തകർത്ത് കളയുവാനല്ല, അവൻ നിന്നെ പണിഞ്ഞ് ഒരു മേന്മയുള്ള വസ്തുവാക്കി മാറ്റുവാനാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ചു, നിൻ്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവം എൻ്റെ രക്ഷയും യഹോവയായ ഹായ് എൻ്റെ ബലവും എൻ്റെ ഗീതമായിരിക്കുകൊണ്ട്, അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുകൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ട് ആരോരും ആശ്രയമില്ലാതെ തകർന്ന ഒരു സഹോദരിയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ യേശുവിനെ അതേ വാക്കിനാൽ കൊടുക്കുവാൻ വേണ്ടി പരീക്ഷന്മാർ ഒരു ട്രാപ്പ് ഒരുക്കിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അതിൻ്റെ 8-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, യേശു ക്രിസ്തുവിനെ വാക്കിനാൽ കുരുക്കുവാൻ വേണ്ടി അതേ പരീക്ഷന്മാർ ചില പ്ലാനുകളെ, ചില നിരൂപണങ്ങളെ ഒരുക്കി. എന്നാൽ അതേ ഒരു സ്ത്രീയെ ആരോരും ആശ്രയമില്ലാതെ, ആരും സഹായിക്കുവാനല്ലാതെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആശ്രയമില്ല, എന്നെ സഹായിക്കുവാൻ ആരുമില്ലെന്ന് പറയുന്ന ചില വ്യക്തിമണ്ഡലമേ, യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു പറയുന്നു, എനിക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. പ്രിയ മകളെ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ നിരാശപ്പെടുന്നുവോ, നീ ഭാരപ്പെടുന്നുവോ, നിന്നെ ആശ്വസിപ്പിക്കുന്നവനായ യേശു പറയുന്നു, മകനെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ സഹായിച്ച്, ഞാൻ നിന്നെ ശക്തീകരിച്ച്, ഞാൻ നിന്നെ ഒരു മഹത്വമുള്ള വ്യക്തിയായി, ഒരു വെളിച്ചമുള്ള വ്യക്തിയായി, ഈ ലോകത്തിൻ്റെ പ്രകാശമുള്ള വ്യക്തിയാക്കി മാറ്റുമെന്ന് ചില വിദൂരങ്ങളിൽ പ്രോഗ്രാം കാണുന്ന ചില വ്യക്തികളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, എല്ലാവരാലും തകർക്കപ്പെട്ട് ഒരു ആശ്വാസമില്ലാത്ത സഹോദരിയെ കാണുവാൻ സാധിക്കും. കല്ലെറിയൂ നിങ്ങൾ, കല്ലെറിയൂ, പാപികളെ നിങ്ങൾ കല്ലെറിയൂ. അതിനു മുമ്പേ സ്വയം ഒരു നിമിഷം താതനരുൾ ചെയ്ത വചനമോർക്കൂ. നിങ്ങളിൽ പാപ ക്ലേശമില്ലാത്തവർ ആദ്യത്തെ കല്ലുമായി കൈ ഉയർത്തൂ. കല്ലെറിയൂ നിങ്ങൾ, കല്ലെറിയൂ, പാപികളെ നിങ്ങൾ കല്ലെറിയൂ. അതിനു മുമ്പേ സ്വയം ഒരു നിമിഷം താതനരുൾ ചെയ്ത വചനമോർക്കൂ. നിങ്ങളിൽ പാപ ക്ലേശമില്ലാത്തവർ ആദ്യത്തെ കല്ലുമായി കൈ ഉയർത്തൂ.
എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു ഒലിവുമലയിലേക്ക് പോയി അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്ന് ജാതികളെയും അവൻ്റെ അടുക്കൽ വന്ന് അവൻ ഇരുന്നു അവൻ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിയന്മാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിയിരിക്കൊണ്ട് അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രം നടുവിൽ നിൽക്കുന്ന സ്ത്രീയെ ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചു. ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പാപിയായ ഒരു സ്ത്രീയെ ന്യായം വിധിക്കുവാൻ തകർത്ത് കളയുവാൻ ഇരുന്ന വേളയിൽ അതേ ആശ്വസിപ്പിച്ച ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. എൻ്റെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിൻ്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും ആ പാപത്തെ മോചിപ്പിക്കുന്നവനായ ആ ഒരു രക്ഷകനായ യേശു ക്രിസ്തുവിനെ നീ ഉള്ളത്തിൽ വഹിക്കുന്നുവെങ്കിൽ നിൻ്റെ പാപത്തെയും പ്രയാസത്തെയും അവൻ മാറ്റുന്നവനാണ്. മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴിൽ മാനവരക്ഷയിൽ അതേ ഏകനാമം യേശുവിൻ്റെ നാമം, മറ്റൊരുവനിലും രക്ഷയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, നീ തകർന്നിരിക്കുന്ന വേളയിൽ മനുഷ്യൻ നിന്നെ സഹായിക്കത്തില്ല, എന്നാൽ സഹായിക്കുന്നവൻ ഉയരങ്ങളുള്ളവൻ, അവൻ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. എൻ്റെ പ്രിയ സഹോദര, നിൻ്റെ തകർച്ചയിൽ അതേ നീ ഭയപ്പെടരുത്, യേശുവിൽ ആശ്രയിക്കുക. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീ നിരാശയിലിരിക്കുന്നുവോ, തകർന്നിരിക്കുന്നുവോ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതേ, നമ്മുടെ ദൈവം അവൻ തകർത്ത് കളയുന്നവനല്ല, അവൻ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്, സമാധാനം പകരുന്ന ദൈവമാണ്. അനേക കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ അസമാധാനങ്ങളെ കൊണ്ടുവന്ന് കുടുംബത്തെ നിരാശകളും പ്രയാസങ്ങളും കൊണ്ടുവരുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ. ആശ്വാസവും സമാധാനവുമില്ലാതെ വലയുന്ന അനേക വ്യക്തിമണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ അതിൻ്റെ കുടുംബത്തിൽ കൊണ്ട് വ്യക്തിമണ്ഡലങ്ങളുള്ള ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ. അന്ധകാര ശക്തികളെ ശാസിക്കുന്നു യേശുവിൻ നാമത്തിൽ. അനേക കുടുംബങ്ങൾക്ക് വഴികളെ തുറക്കട്ടെ. ആർത്തെ റേബോന ഷദ്ലിയാസിയ അൻഖോ ഷീബ ഹസ്തുക. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവയെ, നീ എന്നോട് കോപിച്ചു, നിൻ്റെ കോപം നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കുക മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവം എൻ്റെ രക്ഷ, യഹോവയായി ഹായ് എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കുകൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ആരോരും ആശ്രയമില്ലാത്തവരുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നുവെങ്കിൽ നീ വിചാരിക്കേണ്ട, നിനക്ക് ആരുമില്ലെന്ന്. നിന്നെ സഹായിക്കുന്നവൻ ഒരുവൻ ഉയരങ്ങളിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് സിംഹാസനത്തിന് മധ്യയിലിരിപ്പുണ്ട്. നിനക്കും എനിക്കും വേണ്ടി മധ്യസ്ഥ അണയ്ക്കുവാൻ യേശു കർത്താവ്
ഒരുവനുണ്ട്. എൻ്റെ പ്രിയ സഹോദരി, നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട. അതേ, ഒരു വലിയ ജനസമൂഹം ഒരു സഹോദരിയെ പാപത്തിൽ നിന്ന് പിടിച്ചപ്പോൾ അതേ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വന്നപ്പോൾ അവിടെ ആശ്വാസം പകർന്ന ഒരു ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കും. അവിടെ സമാധാനം പകർന്ന ഒരു ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കും. പാപമോചനം നൽകിയ ഒരു ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കും. ആശ്വസിപ്പിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.